നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ റീസെന്റ് സ്റ്റുഡൻസിന്റെ മീറ്റപ്പ് മെന്റർഷിപ്പ് സീരീസിലൊക്കെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ കുറേ കൺസേൺസ് ഉണ്ട്. കുട്ടികളുടെ കുറേ കൺസേൺസ് ഉണ്ട്. ഈ വർഷം 26 എക്സാം എഴുതാൻ പോകുന്നവർക്കും 27 എഴുതാൻ പോകുന്നവർക്കൊക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദീസ് ആർ കൺസേൺസ് കോമൺ ടു എവറി UPSC ആസ്പിറൻസ് ഔട്ട് ദർ, ഓൺലൈനോ ഓഫ്ലൈനോ വർക്കിംഗ് ആസ്പിറൻസോ ഫുൾ ടൈം ആസ്പിറൻസോ ആയിക്കോട്ടെ, എല്ലാവരുടെയും കോമൺ കൺസേൺസ് ആണ്. ആൻഡ് ഇതിന് കൃത്യമായിട്ടൊരു ആൻസർ അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ അവർ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ മെഗോണ വേസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ദിസ് വീഡിയോ ടിൽ എൻഡ്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. അപ്പം നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെയുള്ള എന്താ പറയുക, പല സ്ഥലത്തും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ കൺസേൺസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അൽതാഫ് സാർ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ കൺസേൺ സ്റ്റുഡൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും ക്വാളിറ്റി ഔട്ട്പുട്ട് അവർക്ക് കിട്ടുന്നില്ല, പക്ഷെ ഇവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ളൊരു എന്താ ഒരു അസിമെട്രി അല്ലെങ്കിൽ ഇക്വേഷൻ സെറ്റ് ആവുന്നില്ല. അവർ പഠിക്കുന്നുണ്ട്, പക്ഷെ എക്സാമിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പല കുട്ടികളും ഇപ്പം ചില കുട്ടികൾ എന്നോട് പറയുന്നത്, സാർ ഞാൻ ലക്ഷ്മികാന്ത് 3-4 തവണയും വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകുന്നു. ഐ എം സോ പാനിക് ആൻഡ് കൺഫ്യൂസ്ഡ്, ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഹിസ്റ്ററി മുഴുവൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ 1857 റിവോൾട്ടിന്റെ സെന്റേഴ്സ്, ലീഡേഴ്സ്, കോഴ്സസ്, മാച്ച് ദ പെയർ ഇട്ട് ചോദിക്കുമ്പോൾ ഞാൻ കൺഫ്യൂസ്. കുൻവർ സിംഗ് എവിടെയാണ്, നാനാ സാഹേബ് എവിടെയാണ്, ഹസ്രത് മഹൽ എവിടെയാണ്, ഐ എം കൺഫ്യൂസ്ഡ്. അപ്പൊ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആസ്പിറൻസ് ഇയർ ലോങ് അവർ ചെയ്യുന്നത് ഈ ബുക്സ് കംപ്ലീറ്റ് കാണാപ്പാഠം പഠിക്കുക, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് വായിച്ച് നോട്ട് ഉണ്ടാക്കുക എന്നൊരു പ്രോസസ്സിലാണ് അവർ എൻഗേജ്ഡ് ആവുന്നത്. ഇൻഫാക്ട് എവറി ഡേ ഇഫ് ദേ ഹാവ് 8 hours or 10 hours, ഓൾമോസ്റ്റ് 9 hours or 7 hours they are spending into this reading and note making process. ഇതിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, റീകോൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ അവർ സ്ട്രെസ്ഡ് അല്ല, അവർ ഫോക്കസ്ഡ് അല്ല. ഇൻഫാക്ട് ബ്രെയിനും അത് കൊടുക്കുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു, പക്ഷെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന ആർട്ടിക്കിളിൽ ഏത് ആർട്ടിക്കിളിലാണ് ഈ പറയുന്ന സോ കോൾഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ, എവിടെയാണ് റിറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എവിടെ പാർലമെന്റിന്റെ, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിന്റെ ഈ പർട്ടിക്കുലർ റൈറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ റിവർ സിസ്റ്റം പഠിക്കുന്നു, അവർക്ക് എല്ലാ റിവേഴ്സും അറിയാം, പക്ഷെ ഇതിനെ നോർത്ത് ടു സൗത്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദർ ആർ സർട്ടൻ സ്റ്റുഡൻസ്, അവർ പഠിക്കുന്ന അവേഴ്സ് ലിമിറ്റഡ് ആണ്. കാരണം അവർ ചിലപ്പോൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ PG ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. ബട്ട് വാട്ട് ദേ ഡു ഇസ് ദാറ്റ് 6 hours ഉണ്ട്, പക്ഷെ അവർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, മേ ബി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ആൻഡ് ദേ ഡു ദാറ്റ് സെൽഫ് ഇവാലുവേഷൻ പാർട്ട് ഓൾസോ, ഓർ ഈവൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ. അപ്പൊ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, എന്റെ കുറെ തെറ്റിപ്പോയി, എന്തുകൊണ്ട് തെറ്റിപ്പോയി, ആൻസർ എഴുതി, സ്ട്രക്ചറൽ പാർട്ട് ഈസ് എ ബ്ലണ്ടർ, അല്ലെങ്കിൽ കൺക്ലൂഷൻ ഈസ് എ ബ്ലണ്ടർ, എക്സാമ്പിൾസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് കൃത്യമായിട്ട് അവർ അതിനെ റീപ്രോസസ് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടീസ് ലെവലിൽ ഫോക്കസ് ചെയ്തു പോകുന്ന, ബാലൻസ് ചെയ്തു പോകുന്ന കുട്ടികളാണ് ഫൈനലി ഈ റിസൾട്ടിൽ വിന്നർ ആവുന്നത്, അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യുന്നത്. സോ ഓൺലി ജസ്റ്റ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് പാർട്ട് അല്ലെങ്കിൽ ലേണിംഗ് പാർട്ട്, റീഡിംഗ് പാർട്ടിൽ മാത്രം ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ I don't think it will be rewarding. So same time there should be that practice side also must be taken care of. That has to be balanced with your learning part. Proper prelims, mains, question answering, self analysis, evaluations, or maybe guidance by the mentors, and more into that application side. ഇതും കൂടി ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാർ, അതൊരു തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ജെന്റലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാത്തത് ആക്ച്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതോ നമ്മള് ബിസി ആയിട്ട് ഇങ്ങനെ പോവുകയാണോ? കോച്ചിങ്ങിന് വന്ന് ചേർന്ന സ്റ്റുഡന്റ് ബിസി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണോ? ആക്ച്വലി അതിലൊരു ഗ്രൗണ്ട് വരിക. സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അത് എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? എങ്ങനെയാണ് സാർ? എനിക്ക് ഇപ്പൊ ജസിം സാർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളിലൊക്കെ ഐ ഹാവ് സീൻ പീപ്പിൾ, ഇപ്പൊ എൻ്റെ അടുത്ത് ചിലർ വലിയൊരു ബഞ്ച് ഓഫ് അല്ലെങ്കിൽ ബൾക്ക് ഓഫ് നോട്ട്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവരോട് സാർ, ഫോർ എക്സാമ്പിൾ കറണ്ട് അഫയേഴ്സിന് കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത നോട്ട്സ് ഇതാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്ത ടെംപ്ലേറ്റ്സ് ഇതാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ എൻ്റെ റെക്കോർഡ് ഇതാണ്. So they have loads of bunch of material, a bulky notes they have for each subject. Now the problem is that
ഇവര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് സ്പെൻഡിങ് ലോട്ട്സ് ഓഫ് അവേഴ്സ് ഇൻ ടു മേക്കിംഗ് പാർട്ട്. അത് ഉണ്ടാക്കാൻ തന്നെ വർഷങ്ങളെടുക്കും. അത് വർഷങ്ങളെടുക്കും. completion ഇഷ്ടം പോലെ സമയം അവർ റീഡിംഗ് റൂം എടുക്കുന്നു, അല്ലെങ്കിൽ റിസർവിലുള്ള മണി ഉപയോഗിച്ച് ഒരുപാട് ബുക്സ് വാങ്ങിക്കൂട്ടുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു, ഒരുപാട് സോക്കോൾഡ് മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നു, ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിനും എടുത്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. They are fully busy into that. Now again I'm telling you that ഒരു റെഗുലർ ഇന്റർവെൽസിൽ ഒരു ടെസ്റ്റ് എടുത്തിട്ട് സ്വയം അവർ ഇവാലുവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ that is a huge blunder, a huge mistake. They are busy in preparation. പക്ഷെ എത്രത്തോളം അത് റിവാർഡിംഗ് ആണ് എന്നതിന്റെ ഒരു പ്രോപ്പർ അസസ്മെന്റ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. 1 വർഷം 2 വർഷം പ്രിപ്പയർ ചെയ്തു, ഒന്നും എനിക്ക് റിക്കോൾ ചെയ്യാൻ പറ്റുന്നില്ല, പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, then what is use of that preparation? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, ഓക്കെ, യു ആർ ലേണിംഗ് ദ സബ്ജക്ട്സ്. ചിലപ്പോൾ നിങ്ങൾ ഒരു അക്കാദമീന്റെ ഒരു സ്കെഡ്യൂൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സെൽഫ് റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യു ആർ ഡൂയിങ് പൊളിറ്റി പാർട്ട്. ഓക്കെ, പൊളിറ്റി നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, പാർലമെന്റ് യു ഫിനിഷ്ഡ്, എ മൊഡ്യൂൾ യു ഫിനിഷ്ഡ്. നൗ വാട്ട് ഈസ് സപ്പോസ് ടു ബി ഡൺ ഈസ് ദാറ്റ് അതുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് PYQs ഉണ്ട്, 10-30 വർഷത്തെ PYQs ഉണ്ട്. യു ജസ്റ്റ് ഡു ദാറ്റ് വൺ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യൂ. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ പിക്ചർ. ഐ മീൻ പാർലമെന്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തു, നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Then I would say that answerable ആണെങ്കിൽ I would say that your preparation is in the right track. Otherwise you are just engaged in that busy part of preparation. It is not at all rewarding. അതൊരിക്കലും ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു റിട്ടേൺ തരുന്നില്ല എന്നുള്ളത്. നിങ്ങൾ വെറുതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പഠിച്ച പോർഷൻസിന്റെ പ്രീവിയസ്ലി ചോദിച്ച ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയുക, യു ആർ ജസ്റ്റ് ബിസി ആൻഡ് നോട്ട് എക്സാം സെൻട്രിക് പ്രിപ്പറേഷൻ. സിമിലർ വേ ആൻസർ എഴുതുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് വാട്ട് ഈസ് ദ റോൾ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഡെമോക്രസി. നിങ്ങൾ ഇതിന്റെ കണ്ടന്റ് ഉണ്ടാക്കാനും നോട്ട് ഉണ്ടാക്കാനും ഇതിന്റെ മെറ്റീരിയൽ വായിക്കാനൊക്കെ നിങ്ങൾ ഭയങ്കര ബിസിയാണ്. ഇതിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് എടുക്കുന്നു, നോട്ട് ഉണ്ടാക്കുന്നു, എൻറിച്ച് ചെയ്യുന്നു, വാല്യൂ അഡീഷൻ, എവറിത്തിങ് യു ഡു. നൗ റോൾ ഓഫ് സിവിൽ സർവീസസ് ഇൻ ഡെമോക്രസി നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർഡ് ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, എക്സാമ്പിൾസ് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രോപ്പറായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇതിനെ ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു 7 മിനിറ്റിൽ ഒരു 150 വേർഡ്സിൽ ആൻസർ എഴുതാൻ പറ്റുന്നില്ല. അഗെയിൻ യു ആർ ജസ്റ്റ് ബിസി ഇൻ ലേണിംഗ്, യു ആർ നോട്ട് ഗുഡ് ഇൻ ദീസ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്ന് വെച്ചാൽ ഒരു എന്താ ഇതിനെ പറയാ, ഒരു റെഗുലർ ഇന്റർവെൽസിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ സെൽഫ് അസസ്മെന്റ്. ആൻഡ് ഏറ്റവും നല്ല സൊല്യൂഷൻ ആണ് ഡു ദ PYQs ഓഫ് ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. സിമിലർ വേ പ്രാക്ടീസ് ലോട്ട്സ് ഓഫ് UPSC സ്റ്റാൻഡേർഡ് മോക്ക് ക്വസ്റ്റ്യൻസ്. ദെൻ യു റിയലൈസ് what is your position in that particular module. Not I say even subject, in that particular module what is your position. Okay, if you score, if your expert mentors say you score a decent mark in your mains answers and your prelims, if you cross the cut off, നിങ്ങൾക്ക് തന്നെ അറിയാലോ 100 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് അറ്റ്ലീസ്റ്റ് PYQs ആൻസർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 80 എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, then obviously you are in the good track. സിമിലർ വേ UPSC സ്റ്റാൻഡേർഡ് PYQs മോഡൽ ക്വസ്റ്റ്യൻസ്, അവിടെ നിങ്ങൾക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പഠിച്ച ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സോൾവബിൾ ആണെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. അപ്പൊ ഞാനെപ്പോഴും പറയുന്നത് വെറുതെ നമ്മൾ ബിസി ആണ് എന്ന് കാണിക്കുന്നതിനേക്കാൾ ഉപരി എത്രത്തോളം നിങ്ങൾക്കത് എന്താ പറയുക, അത് നിങ്ങൾക്കത് റിവാർഡിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എത്രത്തോളം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന ഒരു സംഭവം, അതിൻ്റെ ഒരു റെഗുലർ അസസ്മെന്റും ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഭയങ്കര ക്രൂഷ്യലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഞാനിപ്പോ അൽതാഫ് സാറും ജാസിം സാറൊക്കെ ചോദിച്ച പോലെ ചില കുട്ടികളുടെ കൺസേൺ ആണ് ഇവർ ഈ ഓപ്ഷണൽ ഒരു റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതുള്ള ഓപ്ഷണൽ ചേഞ്ച് ചെയ്യുന്നു. 1 വർഷം ആന്ത്രോപോളജി എടുത്തു, അതിനുശേഷം അടുത്ത വർഷം റിസൾട്ട് വന്നു, ഓക്കെ പൊളിറ്റിക്കൽ സയൻസ് ഉള്ള കുട്ടികൾ കുറെ ക്ലിയർ ചെയ്തു. അപ്പൊ ആ ഒരു ട്രെൻഡ് കാണുമ്പോൾ പെട്ടെന്ന് അവർ ആന്ത്രോപോളജി പൊളിറ്റിക്കൽ സയൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ ജോഗ്രഫി ആയിരിക്കും ഫസ്റ്റ് 100ൽ കുറെ പേര് എടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ജോഗ്രഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ കൺഫ്യൂസ്ഡ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എൻ്റെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഹിസ്റ്ററിയിലായിരുന്നു. But still I am confused whether my optional history is weak or I am just overthinking on that. എൻ്റെ ഓപ്ഷനിൽ വീക്ക് ആണോ അതോ ഞാൻ എൻ്റെ ഓവർ തിങ്കിങ് ആണോ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ആക്ച്വലി എന്തായിരിക്കും ഒരു ഓപ്ഷണൽ അയാൾ ഏത് പോയിന്റിൽ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്ഷണലിനെ കുറിച്ച് അയാളുടെ ഒരു ധാരണ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഓപ്ഷണൽ അയാൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊരു ഡിസിഷൻ അയാൾ എവിടെ എടുക്കണം എന്നതിനെ കുറിച്ച് അൽതാഫ് സാറിന്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എക്സാം കൊടുത്തോണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പം എടുക്കുന്നതിന് മുമ്പ് വേറെ മിനിമം അതിന്റെ PYQ നോക്കാം. ഓക്കെ, നമുക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ നോക്കാം.
രണ്ട്, ഇത് എടുത്താലും ഇല്ല, മീൻസ് നമ്മളിപ്പം GS പഠിക്കുന്ന വെച്ചാൽ ജനറൽ സ്റ്റഡീസ് ആണത്. അതിനൊരു പരിധി കഴിഞ്ഞ് എക്സ്പെർട്ട് ആവണ്ട, എക്സ്പെർട്ട് ആയിട്ട് കാര്യമില്ല. പക്ഷെ ഓപ്ഷനിൽ പേര് മാത്രം ഓപ്ഷനിലുള്ളൂ, അതിന്റെ അർത്ഥം എക്സ്പെർട്ട് ആണെന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഏതെടുത്താലും ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്താലും അത് ഒന്നേന്ന് തൊട്ടാ പഠിക്കുന്നത്. സോ പകുതിക്ക് തൊട്ടല്ല പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ അതിനകത്ത് എക്സ്പോഷർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നിങ്ങൾ മാക്സിമം അതിനകത്ത് ഡിഗ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. മാക്സിമം അത് എക്സ്പെർട്ട് ആവുക. ഒന്ന് അതിന്റെ PYQ നോക്കുക, ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ സബ്ജക്ട് എടുക്കുക. പിന്നെ ആ സബ്ജക്ട് നമ്മൾ എത്രമാത്രം എക്സ്പോഷർ ചെയ്യുന്നോ അതിനനുസരിച്ച് ആ സബ്ജക്ട് മാർക്ക് തരും. എത്രമാത്രം എക്സ്പോഷർ കുറയുന്നോ അതിനനുസരിച്ച് എഡ്ജ് കുറയും. ഇതാണ് ആകെ ഒരു കാര്യമുള്ളൂ. പിന്നെ എടുത്ത് കഴിഞ്ഞിട്ട് മാറ്റേണ്ട കാര്യം, എടുത്ത് കഴിഞ്ഞിട്ട് അത്ര നാളെ നിങ്ങൾക്ക് വേറെ അത്രയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടാത്തതിന്റെ ആണ് മാർക്ക് കിട്ടാത്തത്. അല്ലാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടല്ല. ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ അത് എടുക്കില്ല. ആദ്യം എടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായത് തന്നെയാണ് എടുത്തത്. രണ്ടാമത് നിങ്ങൾ അത് കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാം മാറ്റി വെച്ചാൽ മാക്സിമം എക്സ്പോഷർ ചെയ്യാം. കോമ്പറ്റീഷൻ ആണ് അതിനകത്ത്, മാക്സിമം കോമ്പീറ്റ് ചെയ്യാൻ നോളജ് ഉണ്ട്, എന്നിട്ട് മാർക്ക് മേടിക്കാം. ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എടുത്തതിന് മുമ്പും PYQ വെക്കുക, എടുത്ത് കഴിഞ്ഞതിന് ശേഷം PYQ വെക്കുക. ഇതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു മാറുന്നോണ്ട് കാര്യം. ഈ ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് വെച്ച് ഇവർ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം when you go to the transcripts, ടോപ്പേഴ്സ് ആൻസേഴ്സ് ഭയങ്കര സിമ്പിൾ ആണ്, കൂൾ ആൻസേഴ്സ് ആണ്. ഇവര് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അതർ പ്ലാനറ്റ് കൈൻഡ് ഓഫ് ദ ജാർഗൻസ് ഐ മസ്റ്റ് അക്വയർ, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം, ഇതൊക്കെ എവിടുന്നോ ഏതൊക്കെയോ കോച്ചിങ് അക്കാദമീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റേഴ്സോ പറഞ്ഞ്. കാരണം എന്നോട് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, സാർ XYZ മെന്റേഴ്സ് എന്നോട് പറഞ്ഞത് ആരും കേൾക്കാത്ത കാണാത്ത ജാർഗൻസ് ഉപയോഗിച്ചാല് കീവേഡ്സ് ഉപയോഗിച്ചാല് നിങ്ങൾക്ക് ആൻസർ ചെയ്യും. ഒബിയസ്ലി ഓരോ ഓപ്ഷനിലും ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള എസെൻഷ്യൽ ജാർഗൻസ് വേണം, കീവേഡ്സ് വേണം. That doesn't mean that എന്താ പറയാ ഇപ്പം കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ന്യൂ പാൻഡോറ ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു UPSCയും ഒരു എക്സാമിനറും പറയുന്നില്ല. ചുറ്റുമുള്ള കാര്യം എക്സ്പോഷർ ചെയ്യാം. എക്സാക്ട്ലി. എൻഡ് ഓഫ് ദി ഡേ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പൊ എത്രയോ ടോപ്പേഴ്സ് നമ്മൾ കണ്ടേക്കുന്നതാണ്, ചോദിച്ച ക്വസ്റ്റ്യന് വളരെ വൃത്തിയായിട്ട് ഡീസന്റ് ആയിട്ട് ഒരു ആൻസർ എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. I haven't seen any extraordinary fittings in the answers. But one thing they have done, all the questions they answered. Out of 8, all 5 questions they answered. പിന്നെ ഇടയ്ക്ക് മാറാതിരിക്കുക. നിങ്ങൾ എടുത്ത സാധനം റൈറ്റ് ആണ്. ഇവർക്ക് പ്രാക്ടിക്കലി ബ്രെയിൻ സ്റ്റോം ചെയ്യാനുള്ള മടിയും കൊണ്ടാണ് ഇവർ മാറുന്നത്. ഇവർ പഠിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അടുത്തേക്ക് പോകും. ഇതിന് സംഭവിക്കാൻ പോകുന്നത് അവർ പഠിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എല്ലായിടത്തും ഏത് ഓപ്ഷൻ എടുത്താലും നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ, കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ, ബ്രെയിൻ സ്റ്റോം ചെയ്തേ പറ്റുള്ളൂ. അതിപ്പം സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ചിലര് ഒരു ഗേൾ ഫ്രണ്ടിൽ ഹാപ്പി അല്ല, അയാൾ അതിന് ചേഞ്ച് ചെയ്യുന്നു. ബ്രേക്കപ്പ് 6 മാസം കഴിയുമ്പോൾ ബ്രേക്കപ്പ്, അടുത്ത ഗേൾ ഫ്രണ്ട് ഹാപ്പി അല്ല. അയാൾ എത്ര ഗേൾ ഫ്രണ്ടിന്റെ പിന്നാലെ പോയാലും ബോയ് ഫ്രണ്ടിന്റെ പിന്നാലെ പോയാലും ഹി ഓർ ഷീ ഈസ് നോട്ട് എ ഹാപ്പി. എല്ലാത്തിനും ഒരു കുറ്റം ഉണ്ടാവും. അത് ആളുടെ ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണ്, സൊസൈറ്റിയുടെ പ്രശ്നമല്ല. എക്സാക്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, ഇരുന്ന് പഠിക്കുക, എന്നിട്ട് മാർക്ക് മേടിക്കുക. ഓക്കെ, ഫൈൻ. ജാസിൻ സർ, മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എല്ലാ കുട്ടികളുടെ ഒരു കൺസേൺ ആണ്, they do the revisions, lots of revision part. Even the academies also say that once you learned, you do revision part. പക്ഷെ ഒരു അക്കാദമിയും പറഞ്ഞു കൊടുക്കുന്നില്ല എത്ര തവണ റിവിഷൻ ചെയ്യണം, എവിടം വരെ റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഹൗ മച്ച് ഓർ വാട്ട് എക്സ്റ്റെന്റ് യു ഹൗ ടു റിവൈസ് ദീസ് തിങ്സ് ഫോർ യുവർ എക്സാം, അല്ലെങ്കിൽ ദാറ്റ് ഹെൽപ്സ് യു ടു ക്രാക്ക് ദീസ് എക്സാം എന്നാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ റിവിഷനെ കുറിച്ചും അല്ലെങ്കിൽ റിവിഷൻ ഏത് എക്സ്റ്റെന്റ് വരെ ചെയ്യണം എന്നതിനെ കുറിച്ചും സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? പർട്ടിക്കുലർലി ഞാൻ പൊളിറ്റി പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ചോദിക്കുന്നതുമായിട്ടൊരു ചോദ്യം എന്നോടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ന്യൂവാൻസും കഴിയുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർലമെന്റ് പഠിപ്പിക്കുകയാണ്, എക്സിക്യൂട്ടീവ് പഠിപ്പിക്കുകയാണ്, ജുഡീഷ്യറി പഠിപ്പിക്കുകയാണ്. ഓരോ സാധനം കഴിയുമ്പോൾ അതിന്റെ അകത്ത് ന്യൂവാൻസ് ഉണ്ടാവും. അപ്പം ചിലതിന്റെ ഓത്ത് എടുക്കുന്നത് പ്രസിഡന്റാന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ഓത്ത് എടുക്കേണ്ടത് ഗവർണറാന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ടാണ്, എന്താണ് ഇതിപ്പോ ഞാൻ ഇവിടെ പ്രസിഡന്റ് എന്ന് പഠിക്കണം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഗവർണറാന്ന് പഠിക്കണം. അത് ചോദിക്കോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ഇനീഷ്യലി പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം പഠിക്കണം എന്നുള്ള ഒരു ആസ്പെക്ടും വരും. നമ്മൾ ഇതിനൊരു 3 സ്റ്റേജ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള എലമെന്റിനെ പഠിക്കുന്നു. അതല്ലാതെ നമ്മൾ എങ്ങനെ റിവേഴ്സ് ചെയ്താലും നമ്മൾ പറക്കിയാണ് പഠിക്കുള്ളൂ. അങ്ങനെ പറക്കി പഠിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് ഒരിക്കലും അവസാനം ജോയിൻ ചെയ്തെടുക്കാൻ പാടില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു 1 ഗോ നമ്മൾ നല്ലോണം പോകുക തന്നെ വേണം. പാർലമെന്റ് ആണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ 79 തൊട്ടിട്ട്
തൊട്ട് നമ്മൾ 123 വരെ നമ്മൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്, അതായത് എന്താണ് പാർലമെന്റ്, അതിനുശേഷം എന്താണ് രാജ്യസഭ, എന്താണ് ലോക്സഭ, എങ്ങനെയാണ് സമൻ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പീക്കറിന്റെ പവർ, എന്താണ് ആന്റി ഡിഫെക്ഷൻ, ആ ബേസിക് നോളജ് നമ്മൾ അതിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പ്രോസസ് എന്ന രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിന്റെ PYQലേക്ക് പോവാണ് വേണ്ടത്. ആ PYQയിലൂടെ നമ്മൾ റിവേഴ്സ് ലേൺ ചെയ്യുകയാണ് വേണ്ടത്. അവിടെ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഇതിനെ ചോദിക്കുന്നത്. അപ്പൊ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ജനറലി കമ്പയർ ചെയ്യുന്ന ഒരു 2 ആംഗിളാണ് പ്രസിഡന്റും ഗവർണറും. നമ്മൾ ലീനിയർലി പഠിച്ചു പോകുമ്പോൾ, കഴിഞ്ഞ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ നമ്മുടെ അനുഭവം അതാണ്, ലീനിയർലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ വൺസ് ഞാൻ പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും പാർഡണിംഗ് പവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വന്നു, പ്രശ്നം. അത് ക്ലാരിറ്റി ആവുന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മളത് PYQ സോൾവ് ചെയ്യുമ്പോൾ യെസ് ഞാൻ എന്ത് ചെയ്യണം, പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും പവറിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ സാറിന്റെ തന്നെ വിഷയത്തിൽ നമുക്കൊരു സിക്സ്ത് സെഞ്ചുറിയിൽ നമുക്ക് ഗുപ്ത കിങ്ഡം കഴിഞ്ഞിട്ട് നമുക്ക് ഹർഷ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ 11th സെഞ്ചുറിയിൽ ഒരു ഡിവിഷൻ ഉണ്ട്. അതിൽ മോറിന് ശേഷം നമുക്ക് എന്ത് ഡിവിഷൻ ഉണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് ലീനിയർലി പഠിച്ചു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അത് ശ്രദ്ധിക്കൂല. പക്ഷെ എല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ഈ 3 ഡിവിഷനിലാണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യപ്പെടുന്നത് ചോദിക്കുന്നത്. അത് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ ഒബ്വിയസ്ലി നമ്മൾ അഡീഷണലി നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യാം, കൂടുതൽ നമ്മൾ അതിൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാം. അങ്ങനെ ഒരു 3 സ്റ്റേജിലായിട്ട് ഇതിനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു, നമ്മൾ ബിസി ആണോ ഇല്ല. ബിസി അല്ലാതെ ഇരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഈ 3 സ്റ്റേജിലൂടെ പതിയെ ഇനീഷ്യലി നമ്മൾ ആ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ബ്ലോക്ക് താറ പോലത്തെ ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അതിന്റെ മുകളിൽ നമ്മൾ PYQ സോൾവ് ചെയ്ത് നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ഇത് ന്യൂആൻസ് കിട്ടുന്നു. പിന്നെ നമ്മൾ അഡീഷണലി ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് നമ്മൾ ആ ഫൗണ്ടേഷൻ അങ്ങനെ ഉള്ളപ്പോ പിന്നെ എല്ലാ വിഷയത്തിലും നമ്മൾ ഈ ഒരു എലമെന്റിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഹസലും ഇല്ല, എന്താണ് നമുക്ക് ഇന്നത് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഒരു 80-20 റൂള്, 20-30% തിങ്സ് വിച്ച് ഫോം ദി 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ്. അതായിരിക്കും നമ്മുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ഒരു വാതിലായിട്ട് വരാം. സെയിം നമ്മുടെ മെയിൻസിൽ അപ്ലൈ ചെയ്യും. മെയിൻസിലാണെങ്കിലും നമ്മളൊരു ആ ബേസിക് എലമെന്റ് ക്ലിയർ ചെയ്യുക. അപ്പൊ നമുക്ക് 2 വർഷം മുമ്പ് സാറിന് ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ആർമി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മുടെ നമ്പറിൽ കുറവായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ തോപ്പിക്കുന്നത്. അപ്പൊ ആ ഇനീഷ്യലി മോഡേൺ ഇന്ത്യ മൊത്തം വായിച്ചാൽ മനസ്സിലാവും നമ്മുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആക്സിഡന്റിലായിരുന്നു ബ്രിട്ടീഷിന്റെ എൻട്രി. അപ്പൊ മോഡേൺ ഇന്ത്യ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ഫെയർ ആയിട്ടുള്ള ഫ്ലെയർ കിട്ടും, ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, ഇങ്ങനെയാണിത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ സ്റ്റേജിൽ നമ്മൾ ആ ആൻസർ എഴുതുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും, ഇതാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്. 3ാമത്തെ അഡീഷണലി നമ്മൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്കൊരു ഇത് കിട്ടും. അപ്പൊ ആ ഒരു 3 സ്റ്റേജ് പ്രോസസ് ആണ്. നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, എല്ലാ ബേസും ക്ലിയർ ചെയ്യുക, ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, UPSC തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, 3ാമത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ അഡീഷണൽ പ്രാക്ടീസ്. ഈ ഒരു രീതിയിലൂടെ പോകുമ്പോൾ നമ്മുടെ ആ റിവിഷൻ സ്ട്രാറ്റജിക് ആവും, നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജാസിം സാർ പറഞ്ഞതിൽ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം, നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു ടെസ്റ്റ് എഴുതാനിരിക്കുമ്പോൾ, അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സോ അല്ലെങ്കിൽ വാല്യൂ അഡീഷൻ ടെംപ്ലേറ്റ്സോ ഇതിന്റെ ഒന്നും സഹായമില്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങളത് ചോയ്സസ് വായിച്ചു, ക്വസ്റ്റ്യൻസും വായിച്ചു, ഒരു ആൻസർ നോട്ടിന്റെ സഹായം ഇല്ലാണ്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ റിവിഷൻ ഈസ് എനഫ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മെയിൻസിലും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഒരുപാട് കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് അതിനെ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, വീണ്ടും ഒരു നോട്ട് ഓടിച്ച് തുറന്ന് വായിച്ച് നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രോ ബോഡി കൺക്ലൂഷനിൽ ഡീസൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, ഫാക്ട് നിങ്ങൾക്ക് റീക്യാപിറ്റുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡേറ്റ എടുക്കാൻ പറ്റുന്നുണ്ട്, എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നോട്ട് റിവൈസ് ചെയ്യാണ്ട് ഓടിച്ചെന്ന് തുറന്നു നോക്കാണ്ട് പ്രിലിംസോ മെയിൻസിന്റെയോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ റിവിഷൻ ഈസ് എനഫ്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് തോന്നുവാണ് എനിക്ക് എൻ്റെ റിവിഷൻ നോട്ട് വീണ്ടും നോക്കണം, സ്റ്റഡി നോട്ട്സ് വീണ്ടും നോക്കണം എന്നൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് റിവിഷൻ ഈസ് നോട്ട് എനഫ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് നിങ്ങളുടെ ഫൈനൽ എക്സാം ആണ്. എക്സാമിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ റിഫൈൻഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി നിങ്ങൾ അങ്ങോട്ട് റിവിഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ അടുത്ത നമ്മുടെ ഒരു ചോദ്യമാണ്, നമ്മള് മെന്റർഷിപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ പല ടോപ്പേഴ്സും യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും കാണാം സ്ട്രാറ്റജി മാറ്റർ അല്ല എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കോൺട്രാക്ടറി ഉണ്ട് ഇവിടെ, അതെന്തുകൊണ്ടായിരിക്കും സാർ തോന്നുന്നത്? അത് ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു സാധനം വെച്ചാൽ നമ്മുടെ ഇപ്പം വളരെ ഒരു ലെജൻഡറി ആക്ടർ, അദ്ദേഹം മരിച്ചുപോയി, നമ്മുടെ
അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു തലയണ മന്ത്രം സംതിങ്. അപ്പൊ അതിൽ പുള്ളി പറയുന്ന ഒരു സംഭവമുണ്ട്, ഞാൻ പോളിടെക്നിക്ക് പഠിച്ച ആളാണ്, യന്ത്രങ്ങളുടെ പ്രവർത്തനം എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സാധനം. എന്നിട്ട് ആള് ഇതിന്റെ ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ എന്നൊക്കെ ചോദിച്ച് പിന്നെ വണ്ടി പോയി ആക്സിഡന്റ് ആവുന്ന ഒരു സാധനം. അപ്പോൾ ഇതിൽ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് സ്ട്രാറ്റജി മാറ്റർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു ബൈക്ക് ഓടിക്കുന്നു, സൈക്കിൾ ഓടിക്കുന്നു, നിങ്ങളൊരു ലേഡി ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ബൈക്ക് ഓടിക്കുമ്പോൾ ഇതിന്റെ ക്ലച്ച് ഏതാണ്, ബ്രേക്ക് ഏതാണ്, ആക്സിലേറ്റർ ഏതാണ്, അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ ആ തിയറി പഠിച്ചേ പറ്റുള്ളൂ. ബേസിക് ആയി എന്തായാലും വേണം, അതില്ലാണ്ട് ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ഇതിന്റെ ക്ലച്ച് ഇരിക്കുന്ന ഇന്ന സ്ഥലത്താണെന്നും, ബ്രേക്ക് എവിടെയാണെന്നും, ആക്സിലേറ്റർ എവിടെയാണെന്നും, ഫസ്റ്റ് ഗിയർ ഇതിന്റെ പർപ്പസ് ഇതാണെന്നും, സെക്കൻഡിലേക്ക് പോകുമ്പോൾ ഇതാണെന്നും, തേർഡും ഫോർത്തും ഫിഫ്ത്തും ഇങ്ങനെയാണെന്നൊക്കെ, അല്ലെങ്കിൽ ഈ സമയത്താണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചും, അല്ലെങ്കിൽ ഇത് ഡ്രൈവിംഗ് ലെഫ്റ്റ് അങ്ങോട്ടും റൈറ്റ് ഇങ്ങോട്ടൊക്കെ എന്നുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. സ്ട്രാറ്റജി. എക്സാക്ട്ലി. കാരണം ഒരു കാറ് പഠിച്ച ഒരാള് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിച്ച ഒരാള് പിന്നെ അയാൾ തിയറി ഓർത്തിട്ടല്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്, അയാൾ ഓട്ടോമേറ്റഡ് ആവുകയാണ്. അയാൾക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല, തിയറിന്റെ ആവശ്യമില്ല. തുടക്കത്തിൽ വേണമായിരുന്നു. തുടക്കത്തിൽ ഈ തിയറി, ഇപ്പൊ സ്വിമ്മിങ് പഠിക്കുന്ന ഒരാൾക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറിയൊക്കെ അയാൾ അപ്ലൈ ചെയ്യും ഇനീഷ്യലി, കാരണം എന്നാലേ അയാൾക്ക് അത് നടക്കുള്ളൂ. പക്ഷെ എക്സ്പെർട്ട് ആയ ഒരാൾ കടലിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ ഈ തിയറി വെച്ചിട്ടല്ല അയാൾ നീന്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ കാർ ഓടിക്കുന്ന ഒരാൾ ഒബിയസ്ലി അയാൾ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ അയാൾ ഈ സ്ട്രാറ്റജി പിന്നെ അയാൾ ചിന്തിക്കുന്നില്ല. പിന്നെ അയാൾ എന്ത് സ്ട്രാറ്റജി അയാൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഞാനൊരു നമ്മുടെ ഒരു ടോപ്പർ സെഷന് നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ്, ആള് കറന്റ് ഹീസ് ഇൻ IAS സർവീസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് കേഡർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെഷന് ഞാൻ വിളിച്ചപ്പോൾ എന്നോട്, സാർ എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഒരു സ്ട്രാറ്റജി എനിക്ക് ഓർമ്മയില്ല, അപ്പൊ ഞാൻ എന്താണ് അവരോട് പറയുക? അപ്പൊ ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സ്ട്രാറ്റജി, യെസ്. അപ്പൊ അത് ഒരു സമയത്ത്, അത് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒന്നും ഒരു എക്സ്പെർട്ട് റിഫൈൻഡ് വേർഷനിലേക്ക് പോയ ഒരാൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അയാൾ അതിൽ യൂസ്ഡ് ആയി. അയാൾക്ക് ഒരേ സമയം ഒരുപാട് സ്ട്രാറ്റജീസിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ബെസ്റ്റ് അയാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബിഗിനർക്ക് അങ്ങനെയല്ല, ഇയാൾക്ക് വേണം അത്. നോട്ട് മേക്കിംഗ് കൃത്യമായിട്ട് അയാൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പ്രിലിംസിന്റെ മൊഡ്യൂൾസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അയാൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ടൈംലി ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആൻസർ എഴുതുന്ന സ്ട്രാറ്റജി അറിഞ്ഞിരിക്കണം. അയാൾക്ക് സ്ട്രാറ്റജീസ് കൂടിയേ തീരുള്ളൂ. സ്ട്രാറ്റജി ഇല്ലാണ്ട് ഒരു ബിഗിനർ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇറ്റ് ഈസ് എന്താ പറയാ, സ്വിമ്മിങ് പഠിക്കാണ്ട് കടലിലേക്ക് ചാടുന്ന പോലത്തെ. യെസ്, അത് വേണം. അത് നമ്മൾ എക്സ്പേർട്ട് ആയതിനു ശേഷം പിന്നെ സ്ട്രാറ്റജി ഡസന്റ് എക്സിസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. അത് ഇന്റർണലൈസ്ഡ് ആയി, അത് എവിടെ അതിനൊരു വിസിബിലിറ്റി ഇല്ല. പിന്നെ ദാറ്റ് ബിക്കം യുവർ ഹാബിറ്റ്, ദാറ്റ് ബിക്കം യുവർ ലൈഫ് സ്റ്റൈൽ. അപ്പൊ സ്ട്രാറ്റജി അങ്ങനെയാണ് സ്ട്രാറ്റജി ഇവോൾവ് ആവേണ്ടത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ മീറ്റിംഗ് കൂടുമ്പോഴത്തേക്കും അതുപോലെ 2-3 സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു ഇൻസിഡന്റിൽ അവർ തമാശ പോലെ ചോദിച്ചാൽ, സാറേ ഒരുപാട് ഉണ്ടല്ലോ, പഠിച്ചിട്ടാണോ നമ്മള് പരീക്ഷ എഴുതിയിട്ട് പോയി ഇത് ചെയ്യുന്നത്, അതോ അതിലെന്തെങ്കിലും ഒരു വേ ഹെഡ് ഉണ്ടോ? അതായത് നമുക്കിപ്പോ നോക്കാം, നമ്മളിപ്പോ GS1 തൊട്ട് GS4 തൊട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ഇപ്പൊ ചില സ്പോർട്സ് പോലുള്ള വാക്കുകൾ എഴുതിയിട്ടില്ല. അതും സത്യത്തിൽ നമ്മളിപ്പോ ഇവിടെ കാണുന്നുണ്ട്, ഫിലിംസിൽ കാണുന്നുണ്ട്. സിലബസ് ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു വലിയ ഇൻഫർമേഷൻ സ്പെക്ട്രം ഉണ്ട്. അപ്പൊ എല്ലാം പഠിച്ചിട്ടാണോ എവറിത്തിങ് ഇൻ ദി സിലബസ്, അല്ലെങ്കിൽ എവറിത്തിങ് അബൌട്ട് ദി ബിലോ ദി സ്കൈ എന്നൊക്കെ നമ്മൾ ജനറൽ നാട്ടിൽ പറയുന്നത് കേൾക്കാം. അങ്ങനെയാണോ നമ്മൾ ഈ എക്സാം ചെയ്യുന്നത്, അതോ ഈസ് ദർ എനി വേ ഹെഡ്? എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ പറയുന്ന ഒരു സംഭവം, എനിക്ക് തോന്നുന്നു ഒരു UPSCക്ക് വേണ്ടത്, അല്ലെങ്കിൽ UPSC റിവാർഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ഒരു കൺട്രോൾഡ് കംപ്ലീറ്റ്നെസ് ആണ്, നോട്ട് ദ ഫുൾ കവറേജ്. ഇൻഫാക്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. ഒരു കൺട്രോൾഡ് കംപ്ലീറ്റ്നെസ് ഈസ് ദാറ്റ് മാറ്റേഴ്സ്. നമുക്ക് ശരിക്കും പ്രിലിംസിൽ നോക്കിയാൽ തന്നെ അറിയാം, 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഈവൺ ഇഫ് 50 ക്വസ്റ്റ്യൻസ് ആക്യുറസിയോട് കൂടി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്ലിയർഡ് പ്രിലിംസ് പാർട്ട്. ഇനി കമ്മിങ് ടു CSAT, എൻ്റെ ഒരു വേർഷനാണ് ഞാൻ പറയുന്നത്. CSAT ആണെങ്കിൽ പോലും CSATൽ നിങ്ങൾ കോണ്ടിൽ ഓക്കെ അല്ല, റീസണിങ്ങിന് ഓക്കെ അല്ല, സൂപ്പർ ഫൈൻ, അറിയാവുന്നത് ചെയ്താൽ മതി. കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിൽ ഒരു 10, 25 to 30 ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ വരുന്നുണ്ട്. 67 മാർക്ക് മതി, ഈവൻ 75 മാർക്ക് പോലും വേണ്ട ഏത് CSAT ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഐ ഓൾവേസ് പ്രിഫർ റാദർ ദാൻ എ വെരി ഹോളിസ്റ്റിക് ഫുൾ കവറേജ് ഓഫ് ദ സിലബസ്, അതിനേക്കാൾ ഉപരി ഒരു കൺട്രോൾഡ് കംപ്ലീറ്റ്നെസ്. കൺട്രോൾഡ് കംപ്ലീറ്റ്നെസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യു മസ്റ്റ് റെക്കഗ്നൈസ് വാട്ട് ഈസ് ദ ഹയർ ഈൽഡിങ് ഏരിയാസ് ആൻഡ് ലോവർ ഈൽഡിങ് ഏരിയാസ്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. അവിടേക്കാണ് ഒരു കോച്ചിങ്ങിന്റെ റെലവൻസ് ഉള്ളത്.
കോച്ചിങ്ങിന്റെ റെലവൻസ് അവിടെയാണുള്ളത്. നമുക്ക് എന്താ പറയുക, ഒരു ഹയർ ഈൽഡിങ് ഏരിയാസ് ഏതാണ്, ഇപ്പോൾ ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, സയൻസ്, എത്തിക്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ, സെക്യൂരിറ്റി, IR, ഇവരൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് എക്സാം സെൻട്രിക് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന, അല്ലെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടായിരിക്കണം. നേരെ മറിച്ച് ഒട്ടും എന്താ പറയുക, ഈൽഡിങ് അല്ലാത്തതിൽ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് സമയം കളയുന്നത് മണ്ടത്തരമാണ്. കാരണം അത് UPSCക്ക് വേണ്ട. അപ്പോൾ UPSCക്ക് വേണ്ടതും വേണ്ടാത്തതും ഏതാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു കൺട്രോൾഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ദ സിലബസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്ത് പഠിക്കണ്ടെന്ന് അറിയുന്ന സമയത്ത് ഒരു ഭയങ്കര എളുപ്പം പഠിക്കരുത്. എക്സാക്ട്ലി. അത് ഇതിൽ ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അല്ലെങ്കിൽ എവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ധാരണ, ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റജി. അത് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രാക്ക് ചെയ്യുക എന്നൊരു പ്രോസസ്സിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ദേ ഗെറ്റ് ആൻ എഡ്ജ്. മറ്റുള്ളവർ ചെയ്യുന്നത് ഒരു റിസർച്ച് വർക്കാണ്. അതാണ്, അത് പല കുട്ടികളുടെയും പ്രശ്നം അതാണ്. അവർക്ക് ഒരു മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്താ പറയാ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള ഒരു മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് പലരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇപ്പം തമാശക്കാണെങ്കിൽ പോലും പറയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും, ചിലപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട്, സാർ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എൻ്റെ കൂടെ ഇരുന്ന ഇവൻ എല്ലാത്തിലും ലൈക്ക് A+ ആയിരുന്നു, ഇവൻ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു, ബട്ട് ഹി കുഡിൻ ക്രാക്ക് ദ പ്രിലിംസ്, ഐ ആം കറന്റ്ലി ഇൻ സർവീസ്. തമാശയ്ക്ക് ഇതായിട്ട് പറയുന്നതാണെങ്കിൽ അതൊരു റിയാലിറ്റിയും കൂടിയാണ്. ഇപ്പൊ മറ്റേ ആള് പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് അയാൾ സ്കൂളിൽ എക്സാക്ട്ലി അവർ ഇരുന്നങ്ങ് പഠിക്കുകയാണ്, അവർ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. ഇനി ഒരു പേജ് വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് 10 ദിവസം ഉറക്കം കിട്ടത്തില്ല. ദാറ്റ് ഈസ് ദ ഇഷ്യൂ. ഇവൻ അത് പ്രശ്നമല്ല, ഇവൻ നമ്മുടെ എന്താ പറയാ ലൈക്ക് ഫ്രീ ബേർഡ് ആണ്. ഇവനിപ്പോ 10 ചാപ്റ്റർ വിട്ടുപോയാൽ ഇവനൊരു ഉറക്കാൻ പറ്റില്ല. ശരിയാണ്. ദാറ്റ് ഈസ് ദ തിങ്. പിന്നെ അത് പഠിക്കാദ്യം, അതിനാണ് ഇത് മനസ്സിലാക്കാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ എല്ലാം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ജീവിതം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എക്സാക്ട്ലി. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു വേറൊരു ക്വസ്റ്റ്യൻ ഇവര് ചോദിക്കുന്ന ഒരു സംഭവം, ഇവര് ഇപ്പൊ ഈ എക്സാംസ്, ഇപ്പൊ ഒരു എക്സാമിന്റെ സീസൺ ആണല്ലോ, ഉത്സവത്തിന്റെയും പെരുന്നാളുകളുടെയും സീസൺ എന്ന് പറഞ്ഞ പോലെ നവംബർ തൊട്ട് അങ്ങോട്ട് എക്സാംസിന്റെ ഇഷ്ടംപോലെ എക്സാംസ് ഉണ്ട്. അത് തന്നെ വലിയൊരു ബിസിനസ് ആണ്. സോ കമ്മിങ് ടു എക്സാംസ്, ഐ തിങ്ക് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ഇപ്പൊ ഒരുപാട് പേർക്ക് ഓഫ്ലൈൻ വന്ന് എഴുതാൻ പറ്റത്തില്ല. ചിലർ ജോലി ചെയ്യുന്നവരും വീട്ടില് ഹോം മേക്കേഴ്സ് ഒക്കെയാണ്, എസ്പെഷ്യലി കോവിഡിന് ശേഷം. അപ്പൊ അവര് വീട്ടിലിരുന്ന എക്സാം, അപ്പൊ അവര് പറയുന്ന ഒരു കൺസേൺ, സാർ ഞാൻ വീട്ടിലിരുന്ന് ഫാനിന്റെ ചോട്ടിൽ AC റൂമിലിരുന്ന് ഈ പെപ്സിയും ഇതും കുർക്കുറയൊക്കെ കഴിച്ചോണ്ട് എക്സാം എഴുതുമ്പോൾ എനിക്ക് 140 മാർക്കുണ്ട്. വീട്ടിലിരുന്ന് എക്സാം എഴുതുമ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ട്. നേരെ മറിച്ച് ഞാൻ എക്സാം സെന്ററിലേക്ക് കാലൊടിഞ്ഞ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും അല്ലെങ്കിൽ ഫാനില്ലാത്ത കാറ്റില്ലാത്ത ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ എനിക്ക് 30 മാർക്ക് 40 മാർക്കേ ഉള്ളൂ. സോ വാട്ട് ഹാപ്പൻസ് ടു മീ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? വീട്ടിലിരുന്ന് ഞാൻ കംഫോർട്ട് സോണിലിരുന്ന് എഴുതുന്നു, എനിക്ക് 120, 140, 150 മാർക്കും ഉണ്ട്. ഞാൻ എക്സാം ഹാളിൽ വന്നിരുന്ന് എഴുതുമ്പോൾ എനിക്ക് 30 മാർക്കേ ഉള്ളൂ. എന്താണ് ഇതിനകത്ത് മെയിൻ 2 കാര്യമാണ്. ഒന്ന്, എവിടെ ഇരുന്നിട്ടാണോ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ആവുന്നത് അവിടെ തന്നെ ഇരിക്കുക, അവിടെ തന്നെ ഇരുന്ന് എക്സാം എഴുതുക. അതെ. ഇത് മാക്സിമം ഡിസ്കംഫർട്ട് ആക്കി എക്സാം അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക. ഇത് പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് വേറെ അറ്റ്മോസ്ഫിയർ മാറുന്നു. അപ്പൊ നമുക്ക് തന്നെ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 2 മണിക്കൂറിൽ അഡാപ്റ്റ് ചെയ്തതിന് മുമ്പേ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? പ്രഷറൈസ് ചെയ്യും. അപ്പം അറ്റ്മോസ്ഫിയർ നിങ്ങൾ എന്താണെങ്കിലും അഡാപ്റ്റ് ചെയ്ത് പറ്റുള്ളൂ. രണ്ടാമത്തെ സ്ട്രാറ്റജി, വ്യക്തമായിട്ട് സ്ട്രാറ്റജിയിൽ പോയി നമ്മൾ പറയുന്ന പോലെ 3 റൗണ്ട് പോവാം. ഒന്നാമത്തെ റൗണ്ടിൽ 100% ഉള്ള മാത്രം പക്കറ്റ് അടിക്കുക, രണ്ടാമത്തെ റൗണ്ടിൽ 75% അടിക്കുക, മൂന്നാമത്തെ റൗണ്ടിലാണ് 50% ഗസ് ചെയ്യാവുള്ളൂ. ഈ 3 റൗണ്ട് എത്തുമ്പോഴേക്കും നമുക്ക് അറിയില്ല എന്ന് ആദ്യം തീരുമാനിച്ച പല ചോദ്യങ്ങളും ചിലപ്പോൾ അറിയാം. ഏതെങ്കിലും ഒരു നോളജ് ചോദ്യം ബ്രെയിനുള്ള അത് ചിലപ്പോൾ സമയം എടുക്കും. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ ബ്രെയിൻ ഓർക്കില്ല, രണ്ടാമത് വായിക്കുമ്പോൾ ഓർക്കില്ല, മൂന്നാമത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെടും, ഇത് എനിക്ക് അറിയാലോ അത്. അപ്പൊ ഒന്ന് ഇത് സ്ട്രാറ്റജൈസ് ചെയ്യാം, കറക്റ്റ് പ്രോപ്പറായിട്ട് മെത്തേഡിൽ പോവാം. അടുത്ത കാര്യം, ഈ പറഞ്ഞ പോലെ എങ്ങനെയാണോ ഡിസ്കംഫർട്ട് ആവുന്നത് അത് മാറ്റാൻ നിങ്ങൾ നോക്കരുത്. ഇതിനേക്കാൾ ഒട്ടും കംഫർട്ട് ആവുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. പിന്നെ പ്രഷറൈസ് ചെയ്യാം. പിന്നെ ഇതൊരു സ്കില്ലാണ്. ഇത് പെട്ടപ്പ് കാണിച്ച് കയ്യിലുള്ളത് കൂടി കളയാതിരിക്കുക. കയ്യിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിച്ച് ഇതൊരു സിറ്റുവേഷണൽ മൂഡല്ല, ഒരു മൂഡ് ചേഞ്ച് അല്ല, ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. 2 മണിക്കൂർ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? എക്സാക്ട്ലി. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, പഠിച്ചത് മറന്നു പോകും. ചിലപ്പോൾ ഇടന്നും വലത്തിരിക്കുന്ന ആൾക്കാർ ടക്കെന്നും പറഞ്ഞുകൊണ്ട് ആൻസർ എഴുതുന്നുണ്ടാവും.
ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ ബുക്ക്ലെറ്റ് ചിലപ്പോൾ കീറിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 ആൻസർ തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ആക്ച്വൽ സിമുലേറ്റഡ് എക്സാം ഹാളിൽ കിട്ടുന്ന ഒരു പ്രഷർ നിങ്ങൾ അനുഭവിക്കണം. അത് അനുഭവിച്ച് നിങ്ങൾ സെൽഫ് ട്രെയിൻഡ് ആവണം. അതൊരു സ്കില്ലായിട്ട് മാറണം. അതിനെ ആ പ്രഷറിനെ നിങ്ങൾക്ക് എന്താ പറയാ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ യെസ് അത് സ്കിൽഡ് ആവാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതിക്കുക ഒരു പ്രശ്നമില്ല. ദ പ്രോബ്ലം ഇസ് ദാറ്റ് നിങ്ങൾക്ക് 120 മിനിറ്റേ ഉള്ളൂ. കൃത്യം ആ ഓപ്പണിംഗ് മിനിറ്റിൽ നിങ്ങൾ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നു, പരമാവധി ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് OMR എടുത്ത് അതിൽ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിക്കുക. അങ്ങനത്തെ ഒരു സിമുലേറ്റഡ് എക്സാം എക്സ്പീരിയൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അലോങ് വിത്ത് നിങ്ങളുടെ ലേണിംഗ് പോലെ തന്നെ ഈ ഒരു പ്രാക്ടീസ് ആയിട്ടും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഈ ബബിൾസ് ഒക്കെ പകുതി ഷെയ്ഡ് എക്സാം കഴിഞ്ഞിട്ട് ടെൻഷൻ അടിക്കും, എക്സാമിൽ ടെൻഷൻ അടിക്കല്ലേ. ഇത് ഗെയിം തുടങ്ങുമ്പോഴേ പ്രശ്നമാണ്, ഗെയിം തീർന്നതിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. അപ്പൊ ഇതിന്റെ മര്യാദക്ക് ഗെയിമെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജാസിൻ സാറിനോട് ചോദിക്കാം. ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ മേ ബി ഇത് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ ഒരുപാട് പേര് ചോദിച്ച് ലൈക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റെലവൻറ്റ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സാർ, ഞാൻ 2 വർഷമായി 3 വർഷമായി 4 വർഷമായി 5 വർഷമായി 6 വർഷമായി ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്നു. ഇനി എനിക്കിത് കിട്ടുമോ, അതോ വെദർ ഐ മസ്റ്റ് കിറ്റ് ഓർ കണ്ടിന്യൂ? ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനും റെലവൻസ് ഉണ്ട്. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഞാൻ ഇതിന്റെ പിന്നാലെ പോയിട്ട് എന്തിന് ബർബാദാക്കണം, ഞാൻ എന്റെ ലൈഫ് എന്തിന് സ്പോയിൽ ചെയ്യണം, ഇത്രയും വർഷം ഞാൻ ശ്രമിച്ചു എനിക്ക് കിട്ടുന്നില്ല, എന്നാൽ ഞാൻ കല്യാണം കഴിച്ച സെറ്റിൽഡ് ആയിക്കോട്ടെ. അതെ. അപ്പൊ ഇത് ഇപ്പൊ വീട്ടുകാര് ചീത്ത പറയുന്നു, നാട്ടുകാർ ചീത്ത പറയുന്നു, എനിക്ക് തന്നെ എന്നിലൊരു കോൺഫിഡൻസ് ഇല്ല. സോ വെൻ ഷുഡ് ഐ കിറ്റ് ദിസ് ഓർ ഷുഡ് ഐ കണ്ടിന്യൂ ദിസ്? ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ. ഇതിൽ മറുപടി പറയുമ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഹിറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുറച്ച് ഇയേഴ്സ് ഈ എക്സാമിന്റെ മുന്നിൽ കൊടുത്ത ഒരാളാണ് സാർ. എനിക്ക് ഇതിലൊരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കൊടുത്തൊരു മറുപടി തരാൻ പറ്റും. അന്നേരം എനിക്ക് തോന്നുന്നു ജാസിം സാറിന് പറയാൻ പറ്റുന്ന വേറൊരു സൈഡില്, ഈവൻ ദോ ഇതിന്റെ ഇന്റർവ്യൂ സ്റ്റേജിൽ വരെ പോയ ആളാണ്, വേറെ കുറെ എക്സാംസ് ക്ലിയർ ചെയ്ത ആളാണ് സാർ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൊരു ടോട്ടൽ ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഈ ക്വസ്റ്റിനോട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതില് എന്തായാലും ഇതിനൊരു ഒറ്റ മറുപടി ഇല്ല. അത് നമ്മൾ കൺവിൻസ്ഡ് ആവണ്ടാണ്. കാരണം ഒരാളുടെ മെന്റൽ ഹെൽത്ത്, 2 അയാളുടെ വീട്ടിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അയാളുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹം, അയാൾക്ക് ഈ പബ്ലിക് സർവീസിലേക്ക് വരാനും ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇത് ചെയ്യാനും ഉള്ള ഒരു ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും. നമ്മുടെ ഈ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അപ്പൊ പൊളിറ്റീഷ്യൻസ് ജനറലി അവർക്ക് തികച്ചും ഒന്നും മോണിറ്ററിലി ഒന്നും കിട്ടുന്നില്ല. അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പഞ്ചായത്ത് മെമ്പറിനെ സംബന്ധിച്ചുള്ള ഓണറേറിയം എന്ന് പറഞ്ഞാൽ ചെറിയ കാശാണ്. നമ്മൾ വലിയ IT ജോബുകളൊക്കെ വിട്ട ആൾക്കാർ പബ്ലിക് സർവീസിലേക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊരിക്കലും എന്തല്ല ഒരു ഫിനാൻഷ്യൽ ഒന്നും നോക്കിയിട്ടല്ല, ആൾക്കാർക്ക് ആ ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ട് ജനങ്ങളിലേക്ക് എത്തണം, അതായത് അവർക്ക് പ്രവർത്തിക്കണം, അവരിൽ നിന്ന് ഓൾട്രിസ്റ്റിക് ആവെന്ന് പറയില്ലേ, ഓൾട്രിസ്റ്റിക് ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ആൻസർ ചിലപ്പം നിങ്ങൾക്ക് കൺവിൻസിങ് ആവണമെന്നില്ല. ബട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ എന്തുകൊണ്ട് കുറച്ച് നാളധികം ഇതിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഫാക്ടർ, ഞാൻ ഈ മൂന്നാമത്തെ ഫാക്ടറിന് ഒരുപാട്, അതായത് പബ്ലിക് സർവീസിൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കിട്ടാവുന്ന ഒരു എക്സ്പോഷറും ഇതൊക്കെ വലുതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഫോറിൻ സർവീസ് ഓഫീസർ ആണെങ്കിൽ അയാളുടെ ലൈഫ് ടൈമിൽ അയാൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്ത്യയിലും, ഇന്ത്യനെ റെപ്രസെന്റ്. ഓവറോൾ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന് നാളെ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ എക്കണോമി ആവാൻ പോകുന്ന, പൊളിറ്റിക്കൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന, വേൾഡിലെ ഒരു US എന്നൊക്കെ പവറിനെ പോലെ ആവാൻ പോകുന്ന രാജ്യത്തിന് നിങ്ങൾ ഒരു 50-60 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, റെപ്രസെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കാണും UN-ലൊക്കെ എന്ത് ചെയ്യണം, അവർ റെപ്രസെന്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അന്ന് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എനർജി സെക്രട്ടറി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനോമസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അതുപോലെ തന്നെ അതേ സമയത്ത് നിങ്ങൾ സെർവ് ചെയ്യുന്നത് ഒരു 10 കോടിയോ 5 കോടിയോ ആൾക്കാരല്ല, 142 കോടി ജനങ്ങളുള്ള രാജ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. അതിലൊരു എക്സ്പോഷറും അതിലൊരു ഹാപ്പിനെസ്സും അതിലൊരു ആസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്രൈവിംഗ് ഫാക്ടർ ആണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ഫാക്ടർ ഇതിലേക്ക് സ്ട്രോങ് ആണോ ഇല്ലയോ? അതുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത്തിരി അധികം പോയാലും നിങ്ങൾ ആ തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. അല്ലാത്തവരെ സംബന്ധിച്ചുള്ള ആ തീവ്രമായ ആഗ്രഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ലേണിംഗ് കർവും നിങ്ങളുടെ എക്സ്പീരിയൻസും ആണ്. അതായത് എല്ലാ വർഷവും നിങ്ങൾ ബെറ്റർ ആവണ്ടോ ഇല്ലയോ. അപ്പൊ പേഴ്സണലി ഞാൻ അത് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. എന്താണ്, ഞാൻ ഒരു 2 വർഷത്തിന് ശേഷം ഇന്നതുപോലെ ഞാൻ ബെറ്റർ ആവുന്നുണ്ടോ. അപ്പൊ ഞാൻ ഒരു 20-21 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന
പേഴ്സൺ അല്ല ഇപ്പൊ, കുറെ Yes, കൂടെ yes. ബെറ്റർ ആയിട്ട് പേഴ്സണാലിറ്റി ഇവോൾവ് ആയിട്ടുണ്ട്. നമ്മൾ കുറെ കൂടെ നമ്മൾ എത്തിക്സും മറ്റതൊക്കെ പഠിക്കുന്നത് കാരണം നമ്മൾ ബാക്കിയുള്ളവരുടെ ഫീലിങ്സിനോടും ബാക്കിയുള്ളവരുടെ എംപത്തൈസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മുടെ സ്ഫിയറിൽ നമ്മൾ എങ്ങനെയാണ് ജെൻഡർ വൈസ് നമ്മൾ പെരുമാറുന്നത് എന്നുള്ള നമ്മൾ ബെറ്റർ ആവുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഇതുപോലത്തെ ഇൻടാൻജിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ ഇതിലൂടെ ഗെയിൻ ചെയ്യുന്നത്. അപ്പം മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റേജ് വൈസ് പ്രിലിംസിന്റെ എക്സാം സ്റ്റേജ് വൈസും നിങ്ങൾ ബെറ്റർ ആവുന്നുണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നുണ്ടോ എന്ന് എന്ത് ചെക്ക് ചെയ്യുക, എല്ലാ വർഷവും ചെയ്യാം. സ്റ്റാഗ്നൻസി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റീതിങ്ക് ചെയ്യാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഹൗ ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട് എന്നുള്ള ഒരു തോന്നൽ എന്ത് ചെയ്യാം അതിന്റെ അകത്തുണ്ടാവും. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആണ്. ഞാനത് എടുത്തു പറയുന്നതാണ്, കാരണം നമ്മുടെ UPSC ആസ്പിറൻസിനൊക്കെ ഒരു ഇത് ഉണ്ടാവും, മെന്റൽ ഹെൽത്ത് എന്നൊരു ഇത് ഉണ്ടാവും. ഓക്കെ, സോ അതും സ്റ്റേബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഡേ ഡെഫിനറ്റ്ലി എന്താണ് യു ഗെറ്റ് ഇറ്റ്. ആൻഡ് ഞാൻ ഏതൊക്കെ ഓഫീസേഴ്സ് പറയുന്ന പോലെ, ആൻഡ് വെൻ യു ഗെറ്റ് ഇറ്റ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഫോർ എ ലൈഫ് ടൈം നിങ്ങൾ എന്ത് ചെയ്യാണ്, ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയും സിസ്റ്റവും ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. മോർ ദാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്ക് ഇത്രയും ആൾക്കാരെ നമുക്ക് സെർവ് ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, ലൈഫ് ലോങ് ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയും കിട്ടും. ഞാൻ തോന്നുന്ന ഒരു ഇൻഡിവിജ്വൽ സെൻട്രിക് ക്വസ്റ്റൻ ആണ്. ഞാൻ അതിന്റെ മെട്രിക്കുകളാണ് പറഞ്ഞത്. മെട്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഓബ്വിയസ്ലി നിങ്ങളുടെ ഔട്ട്സൈഡ് നിന്നുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, മറ്റേ ഇതൊക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റൽ ആയിട്ടുള്ള ആസ്പെക്ട്. രണ്ട് നിങ്ങൾക്ക് ആ ലേണിംഗ് കർവിൽ ആ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സാധനം ഉറപ്പുവരുത്താം. അപ്പൊ ഞങ്ങൾക്കറിയില്ല ഈ ക്വസ്റ്റിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ബട്ട് ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഷോർട്ട് എക്സ്പീരിയൻസ്, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഷോർട്ട് ലൈഫ് എക്സ്പീരിയൻസ്, 3-4 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കൺവേ ആയുള്ള. എനിക്കൊന്നും കുറച്ചുകൂടെ സാറിന് അതിൽ കുറച്ചും കൂടെ ഒരുപാട് ആൾക്കാരെ കാണുകയും ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എവിടെയാണോ ജസീം സാറ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ തിങ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. അഫ്റ്റർ ഓൾ നിങ്ങൾ ഇതൊരു ബേർഡൻ ആയിട്ടല്ല ഇതിന്റെ പിന്നാലെ പോകുന്നത്, ഇത് നിങ്ങളുടെ വലിയൊരു ഡ്രീമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ 1-2 വർഷം ചെയ്ത് നിങ്ങളുടെ ഒരു സെൽഫ് പെർഫോമൻസ് അസസ്മെന്റിൽ ഇംപ്രൂവ്മെന്റ്സ് ഒട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യു ഹാവ് ദ ചോയ്സ് ടു ഡിസൈഡ്. നിങ്ങൾക്ക് ഈ ഡ്രീം തന്നെയാണ് ക്രൂഷ്യൽ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എൻ്റെ പെർഫോമൻസസിൽ എവിടെയൊക്കെയോ ലൂപ്പ് ഹോൾസ് ഉണ്ട്, എവിടെയൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ ചെയ്യുന്ന മെത്തേഡ്സ് ചേഞ്ച് ചെയ്ത് അതിനെ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ ഡ്രീം മാറ്റർ ചെയ്യുന്നു. ഇനി കുറേ വർഷങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല, ഈ പറഞ്ഞ ആ ഒരു സ്റ്റാഗ്നന്റ് ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ യെസ്, യു ഓൾവേസ് ഹാവ് എ ചോയ്സ്, ഓൾവേസ് ഹാവ് എ ചോയ്സ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റേതോടെ പറയണം, there is a world outside also. Exactly. അപ്പൊ അത് നമ്മള് ഇതല്ല, ഇതൊരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് ട്രൈ ഇറ്റ്. ആൻഡ് എന്താണ് അതൊരു ഡിസിഷൻ ആയിട്ട് ഡെഫിനറ്റ്ലി. പിന്നെ വേറൊരു പോയിന്റ് ഇതാണ്, ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മളൊരു ഫാൻസി വേൾഡിൽ കാണുന്നതല്ല റിയലിസ്റ്റിക് പിക്ചർ. ഈവൻ ഒരു ക്ലറിക്കൽ എക്സാം ആണെങ്കിൽ പോലും ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷമാണ് ഒരാൾ ക്ലിയർ ചെയ്യും. PSC എക്സാമിന് വരെ എത്രയോ വർഷങ്ങൾ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരുപക്ഷെ ഒരാൾ ഒരു സർവീസിൽ എത്തുന്നത് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റിലാണ് ഇതിനെയും കാണുന്നത്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ഒരുപാട് പേര് സ്വപ്നം കാണുന്ന വലിയൊരു ഡ്രീമി ജോബാണ്, ഡ്രീമി വേൾഡ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാക്രിഫൈസസ് അല്ല, അതിൻ്റെതായിട്ടുള്ള അധ്വാനമുണ്ട്. അത് നമ്മളും കൂടി മനസ്സിലാക്കണം. യെസ്, അപ്പൊ അത് നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. ചിലപ്പം ആ ഒരു സ്വപ്നം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ 3-ാമത്തെയോ 4-ാമത്തെയോ ചിലപ്പോൾ 5-ാമത്തെയോ വർഷമായിരിക്കും. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മളൊരു റിഫൈൻഡ് വേർഷനിലേക്ക് എത്തുന്നത്. കാരണം എക്സാക്ട്ലി അതാണ് ഈ 2 വർഷം 3 വർഷം അല്ലെങ്കിൽ 5 വർഷം നിങ്ങളുടെ 50 വർഷം സേഫ് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, നിങ്ങളുടെ പിക്ചർ മാറുന്നു, സൊസൈറ്റിയിൽ നിങ്ങളെ കുറിച്ചുള്ള പെർസെപ്ഷൻസ് മാറുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ഒരു ഗ്ലോബിന്റെ സെന്റർ ആയിട്ട് മാറുന്നു. വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് ഒന്ന് ആലോചിക്കുകയല്ലേ. 4 വർഷം കിട്ടുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും വർത്താണ് ഇത്. 50 വർഷം സേഫ് ആണ് വരെ. എക്സാക്ട്ലി. നമ്മുടെ കരിയർ സേഫ് ആണ്, നമുക്ക് അത്ര സെർവ് ചെയ്യാനും പറ്റും. അതെ. എക്സ്പോഷർ പിന്നെ വേറൊരു വേർഷൻ ആണ്. ഇപ്പം മെജോറിറ്റി ഈ സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ഒക്കെ ഈ ഒരു പാറ്റേണിലേക്ക് ഓറിയന്റഡ് ആവുന്നു. അതെ. അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മുടെ KS എക്സാം ആണെങ്കിലും there are lots of state wise administrative exams ആണെങ്കിലും there are lots of other degree level exams. UPSC പിള്ളേർ പല ലിസ്റ്റിലുള്ളത് അതാണ്. കാരണം ഇതിന് ബിൽഡ് ചെയ്യുന്ന ഈ അനാലിറ്റിക്കൽ സ്കിൽസും അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ മറ്റു പല എക്സാംസും ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജസീം സാർ CAPF ക്ലിയർ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ വി ഓൾ ഹവ് സീൻ എത്രയോ പേര് ഇതിന് പ്രിപ്പയർ ചെയ്ത എത്രയോ പേര് ഡിഫൻസ് എക്സാംസ് ക്രാക്ക് ചെയ്തു.
ഇപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഈ പറയുന്ന സെക്രട്ടറി അസിസ്റ്റന്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കുറെ ഫ്രണ്ട്സ് ഉണ്ട് സെക്രട്ടേറിയറ്റില് ലിസ്റ്റ് കിടക്കാണ്, കയറിയിട്ടില്ല, അതാണ് വെയിറ്റ് ചെയ്യാണ് ഇത് UPSC വേണ്ടി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എക്സാക്ട്ലി. Once you are financially secured, you get a extra confidence to invest into this. അപ്പം ഹാവിങ് സെഡ് ദിസ്, എനിക്ക് തോന്നുന്നു ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ആക്ച്വലി ഐ സിൻസിയർലി താങ്ക് അവർ പാനൽ മെമ്പേഴ്സ് ഫോർ ദിസ് ഡിസ്കഷൻ, Altaf sir, Jasim sir, and this is a message, our New Year message to everyone. Probably a new resolution I think you have to undertake for the upcoming year. നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവണം, ഇതിൻ്റെ വരും വരായികളെ കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം, സ്ട്രാറ്റജി ഉണ്ടാവണം, സിലബസിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവണം. ആൻഡ് നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് മുമ്പേ പോയ ഒരുപാട് പേര് തെളിയിച്ചിരിക്കുന്ന സംഭവമാണ്. സോ വി വിഷ് യു മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, and all the best for your civil service exam preparation 2026. Thank you. Thank you. Happy Christmas. Thank you. Happy New Year. Gallant IAS, chasing your passion to ace.